ഹായ്, എൻ്റെ ആരോഗ്യം എൻ്റെ ജീവിതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു യാത്രയിൽ ഒരുപാട് വ്യക്തികളെ നമ്മൾ അവരുടെ ജീവിതം മറ്റുള്ളവർ അവരുടെ അനുഭവങ്ങൾ കേൾക്കണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് എറണാകുളത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി എല്ലാവരുടെ മുമ്പിലേക്കും പരിചയപ്പെടുത്താനുള്ള ഒരു വ്യക്തിയാണ് പത്മനാഭപിള്ള സാറ്. അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പ്രോഗ്രാമിൽ വന്നു. അതിൽ ഞാൻ എൻ്റെ പ്രോഗ്രാമിലൊക്കെ പറയാറുണ്ട്, 100ാമത്തെ വയസ്സിൽ 5 കിലോമീറ്റർ ഓടി വന്ന് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്ന് പറയും. ഇന്ന് 78 വയസ്സുള്ള എനർജറ്റിക് ആയിട്ടുള്ള പത്മനാഭപിള്ള സാറാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ എറണാകുളത്തെ നമ്മുടെ പ്രോഗ്രാമിൽ അദ്ദേഹം കുറച്ച് സംസാരിച്ചു. ഇത് ആളുകൾ കേൾക്കണം എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. പത്മനാഭ സാർ വെൽക്കം. വളരെ സന്തോഷം. ശരിക്കും എന്ത് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അങ്ങേക്ക് ഉണ്ടായിരുന്നത്? ഇന്നത്തെ ഒരു സ്റ്റേജ് എന്താണ്, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? യെസ്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നത്തിൽ 1990 മുതൽ എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. അത് കൂടി എൻ്റെ പ്രൊഫഷൻ്റെ ജീവിതം കൊണ്ടായിരിക്കും, ടെൻഷൻ കൊണ്ടായിരിക്കും എന്തെങ്കിലുമാണ്. 2019 ലാസ്റ്റ് എനിക്ക് പൾമണറി എഡേമ എന്ന് പറഞ്ഞ ഗുരുതരമായിട്ട് ഹൃദ്രോഗം ഉണ്ടായി. അങ്ങനെ റെമഡി സിറ്റിയിൽ അഡ്മിറ്റായി. പെട്ടെന്ന് തന്നെ അഡ്മിറ്റായതുകൊണ്ട് രക്ഷപ്പെട്ടു. 4 ദിവസം വെന്റിലേറ്ററിൽ തന്നെ കിടന്നു. അത് കാരണം രക്ഷയില്ലാന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. തിരിച്ചു വരാൻ പറ്റി എന്തുകൊണ്ടോ. അത് കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യം കിട്ടില്ല. എഴുന്നേക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പലവിധ ആരോഗ്യത്തിനും കൊണ്ട് മെഡിസിൻ 18ഓളം ഗുളികകളും 3 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് കഴിഞ്ഞിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം RCM എന്ന പ്രോഡക്റ്റിനെ കുറിച്ച് കേട്ടത്. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് തുടങ്ങാം എന്നുള്ള താല്പര്യപ്രകാരമാണ് RCMൻ്റെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ആദ്യമായിട്ട് തന്നെ അങ്ങയുടെ ഒരു ട്രിപ്പ് ടു ബിൽവാര എന്ന യൂട്യൂബിലുള്ള ഒരു പ്രോഗ്രാം, എന്നാൽ ഈ ചികിത്സാനെക്കുറിച്ച് ഒന്നും അറിയില്ല, കേട്ടിട്ടുമില്ല. അതിൽ റൈബ്രാൻ ഓയിൽ കുടിക്കുക എന്ന് കേട്ടു കണ്ടു. അതിലെനിക്ക് താല്പര്യം തോന്നി, വിശ്വാസം തോന്നി അദ്ദേഹത്തിൻ്റെ ആ സംസാര ശൈലിയിൽ. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ റൈസ് ബ്രാൻ 2020 ഒക്ടോബറോട് കൂടി തന്നെ 20 ml രാവിലെയും 20 ml രാത്രിയിലും ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് കഴിച്ചു തുടങ്ങി. അത് കുഴിച്ച് തുടങ്ങിയപ്പം വീട്ടിലുകാരൊക്കെ എതിർത്തെങ്കിലും ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗുഡ് റിസൾട്ട് എൻ്റെ ശ്വസനത്തിൽ തന്നെ എനിക്കൊരു ബ്രീത്തിങ് നല്ല സുഖമായി പറ്റി. അതോടൊപ്പം തന്നെ സാധാരണ നിർദ്ദേശപ്രകാരം ന്യൂട്രിക് ചാർജ് മേൻ, വെജോമേഗ 3 അംഗം ഇത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം കൊണ്ട്, മാക്സിമം 6 മാസം കൊണ്ട് എനിക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പോലും വയ്യാത്ത, പരസഹായം കൂടാതെ നടക്കാൻ പോലും സാധിക്കായിരുന്നു. ഞാൻ സ്വന്തമായി നടക്കാൻ തുടങ്ങി, എഴുന്നേക്കാൻ തുടങ്ങി, എൻ്റെ കർമ്മനിരതനായി. പിന്നെ 2022 മുതൽ എനിക്ക് RCMലുള്ള വിശ്വാസം വർദ്ധിച്ചു. സർവീസ് സാറിൻ്റെ പല ക്ലാസ്സുകളും എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതിൽ നിന്ന് എൻ്റെ ലൈഫ് ടോട്ടലി ഞാൻ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എനിക്ക് 78 വയസ്സാവുന്നു. പൂർണ്ണമായ ആരോഗ്യമാണ്. ഒരു 40 വയസ്സ് 45 വയസ്സുള്ള ആരോഗ്യവാനായ പുരുഷൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ബുള്ളറ്റ് മോട്ടോർ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ബിൽവാരയിലേക്കുള്ള നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ മാനുഫാക്ചറിങ് പഞ്ചാബിലെ ദുരിയിലേക്കുള്ളൊരു വീഡിയോ സാറ് കണ്ടു എന്നാണ് ആദ്യം കണ്ടത്. അപ്പോൾ അതിനകത്ത് പഞ്ചാബിലെ ഫാക്ടറി സന്ദർശനവും കേരളത്തിലെ തവണ കൂടിയും വരും. അപ്പോൾ നമ്മൾ 25 ml കഴിക്കാൻ പറഞ്ഞു. സാറ് രാവിലെയും വൈകുന്നേരം അത് കഴിച്ചു. അതായത് ICUലൊക്കെ കിടന്ന അവസ്ഥയിൽ നിന്ന് ഇന്നൊരു 40 വയസ്സുകാരനെ പോലെ 78-ൽ ജീവിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒമേഗ കഴിക്കുന്നുണ്ട്, ന്യൂട്രീഷൻ, പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഇന്ന് സാറ് കുറച്ച് എക്സസൈസൊക്കെ ചെറുപ്പക്കാരെ പോലും വെല്ലുന്ന രീതിയിൽ അവിടെ വ്യായാമമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും 100 വയസ്സിന് മുകളിലോട്ട് ഇതുപോലെ ആക്റ്റീവായിട്ട്, അതായത് ക്രോണോളജിക്കൽ ഏജ് 78 ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഏജ് 40 വയസ്സാണെന്ന് പറയാൻ പറ്റും. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് പത്മനാഭപിള്ള. താങ്ക് യു സാർ. ഈ അനുഭവം എല്ലാവർക്കും ഗുണമാവട്ടെ. ഈ ഒരു യാത്ര നമുക്ക് തുടരാം. ഒത്തിരി ആളുകളുടെ ഇതുപോലുള്ള റിസൾട്ടുകളായിട്ട് നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.